നമുക്കൊന്ന് കോഴിക്കോട് പോകാം. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ KSEBക്കെതിരെ ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുന്നു. കുറ്റിക്കാട്ടൂർ സ്വദേശി മുഹമ്മദ് റിജാസ് ആണ് മരിച്ചത്. ഉദ്യോഗസ്ഥർക്ക് നിയമ നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കുടുംബം എന്നുള്ളതാണ്. MS അനീഷ് കുമാർ ഉണ്ട്. അനീഷ്, ദാരുണമായ ഒരു സംഭവമാണ് ഇത്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ മുഹമ്മദ് റിപുത്തലത്തെ. നമ്മൾ ധാരാളം ആളുകൾ നടന്നു പോകുന്ന നമ്മുടെ കിനാശ്ശേരിയിലെ, കോഴിക്കോട് മാങ്കാവ് കിനാശ്ശേരിയിലെ ഈ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ഈ KSEBയുടെ ഈ ട്രാൻസ്ഫോമർ വളരെയധികം അപകടം ക്ഷണിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രാൻസ്ഫോമറിന് ഒരു സേഫ്റ്റി ഗ്രില്ലോ പിന്നെ അതേപോലെ യാതൊരു സേഫ്റ്റി ഗാർഡോ ഒന്നും തന്നെ ഇല്ല. ധാരാളം ആളുകൾ ഇതിൽ ദിവസേന നടന്നു പോകുന്നതാണ്. ഒരു അപകടം സംഭവിച്ചിട്ട് അതിന് ഒരു പരിഹാര മാർഗം കാണുന്നതിനായിട്ട് നല്ലത് അപകടം വരാതിരിക്കാനായി മുന്നോടിയായിട്ട് എത്രയും പെട്ടെന്ന് KSEB ഇതിന് ഒരു സേഫ്റ്റി ഗ്രില്ല് സ്ഥാപിക്കുക. അതേപോലെ തന്നെ നമ്മുടെ കുളങ്ങരപ്പീടിയിൽ നിന്നും കച്ചേരിക്കുന്നിലേക്ക് പോകുന്ന റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുളങ്ങരപ്പീടി ഭാഗത്തുനിന്ന് കച്ചേരിക്കുന്നിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ, അതേപോലെ തന്നെ നമ്മൾ കാളറോഡ് ഭാഗത്തു നിന്നും മുരാട്ടിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലെ ഫുട്പാത്തിലായിട്ടുള്ള ഈ ട്രാൻസ്ഫോമറിനും സേഫ്റ്റി ഗ്രില്ല് ഉള്ളതായിട്ട് കാണുന്നില്ല. നമ്മളൊരു അപകടം സംഭവിച്ചതിന് ശേഷം അതിന് ഒരു പരിഹാര മാർഗം കാണുന്നതായിട്ട് നല്ല അപകടം സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കലാണെന്നുള്ള കാര്യം KSEBയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയ ഈ വീഡിയോ എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്യുക. അധികാരികൾ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. മുഹമ്മദ് അലി പുത്തലത്ത്.